ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഫ്റ്റർ എ ചെറിയ ബ്രേക്ക് നമ്മൾ അങ്ങനെ തിയറി നോമിയുടെ എപ്പിസോഡ് 7 വന്നിരിക്കുന്നത്. ഇപ്പോൾ വൺ പീസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോഡ് വാലി ഇൻസിഡന്റ് ആണല്ലോ. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതായത് നമ്മുടെ മങ്കിഡി ഡ്രാഗണിനെ പറ്റിയുള്ള ഒരു തിയറിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണേ. അതേപോലെ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ ഇനി അധിക സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിപ്പോ അറിയാം, ഈ ഗോഡ് വാലി ഇൻസിഡന്റ് നടക്കുന്ന ടൈമിൽ ഡ്രാഗൺ ഒരു റൂക്കി മറീനാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ളത്ര സ്ട്രോങ്ങർ ഒന്നും അല്ല. ഷാങ്സിനെ ഷാംറോക്കിനെ സേവ് ചെയ്യാനായിട്ട് പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഷാംറോക്ക് കൈവിട്ട് പോയ ശേഷം ഷാങ്സിനെ കൊണ്ടുപോകുന്ന ഡ്രാഗൺ എന്താകും ചെയ്തിട്ടുണ്ടാവുക? കഴിഞ്ഞ ചാപ്റ്ററിൽ മറീൻസ് പറയുന്നുണ്ട്, ട്രഷേഴ്സ് ഇരിക്കുന്ന ബോക്സ് ഒന്നും നമ്മൾ ഇപ്പോഴും ഇവിടുന്ന് മാറ്റിയിട്ടില്ല എന്ന്. 9 ബോക്സസ് ആണ് സ്റ്റേജിൽ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. കൂമയും യുവാൻകോവും കൂടി അതിൽ 6 എണ്ണം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സോ പിന്നെ ഒരു 3 എണ്ണം ബാക്കിയുണ്ടല്ലോ. അതിലൊന്നില് ഷാങ്സിനെ വെച്ചിട്ട് ഡ്രാഗൺ അതിലെ ഡബിൾ ഫ്രൂട്ട് എടുത്തിട്ടുണ്ടാവാം. എന്നിട്ട് ആ ബോക്സ് റോജറിന്റെ ഷിപ്പിൽ കൊണ്ട് വെച്ച് കാണും. റോജറിന്റെ ഷിപ്പില് വിശ്വസിച്ച് ഡ്രാഗൺ കൊണ്ടുപോയി ഷാങ്സിനെ വെക്കും എന്ന് ഞാൻ പറയാനുള്ളതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. കാര്യം ഗാർപ്പും റോജറും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും ആണെങ്കിലും അവർ തമ്മിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരുന്നു. റോജർ അത്ര വൃത്തികെട്ട മനുഷ്യനൊന്നും അല്ല എന്ന് ഗാർപ്പിന് അറിയായിരുന്നു. അതേപോലെ റോജർ സ്വന്തം മകനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും ഗാർപ്പിന്റെ കയ്യിലായിരുന്നല്ലോ. സോ ഗാർപ്പിന്റെ മകനായിട്ടുള്ള ഡ്രാഗണിനും റോജർ ഒരു നല്ല വ്യക്തിയാണെന്ന് അറിയാമായിരുന്നിരിക്കണം. അപ്പോൾ അവിടെയുള്ള മറീൻ ഷിപ്സിലോ ബാക്കിയുള്ള ഏതെങ്കിലും പൈറേറ്റ് ഷിപ്സിലോ കൊണ്ടുപോയി ഷാങ്സിനെ വെക്കുന്നതിലും സേഫ്റ്റി റോജറിന്റെ ഷിപ്പിലാണെന്ന് ഡ്രാഗൺ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ആ ചെസ്റ്റിലുള്ള ഡെവിൾ ഫ്രൂട്ട് ഡ്രാഗൺ എടുത്ത് മാറ്റിയിട്ട് അത് പുള്ളി കഴിച്ചിട്ടുണ്ടാകാം എന്നൊരു പോസിബിലിറ്റി നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് തരം ഡെവിൾ ഫ്രൂട്ട് ആയിരിക്കും അത്? ലോക്ക്ഡൌണിൽ വെച്ച് ലൂഫിയെ രക്ഷിക്കാൻ ഡ്രാഗൺ വരുന്ന ഒരു ഇടിമിന്നലും കാറ്റും ഒക്കെ പോലെയാണ്. പുള്ളിക്കാരൻ എൻട്രി കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് ക്ലൈമറ്റിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് കാണാം. ഇടിമിന്നല്, കൊടുങ്കാറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്മോക്കറിനെ ആണെങ്കിലും കാറ്റ് ഉപയോഗിച്ചാണ് ഡ്രാഗൺ നേരിടുന്നത്. സോ വിൻഡ് റിലേറ്റഡ് ഡെവിൾ ഫ്രൂട്ട് അല്ലെങ്കിൽ കാലാവസ്ഥയെ തന്നെ നിയന്ത്രിക്കാൻ ടൈപ്പ് പവറുള്ള എന്തോ ഒന്ന്. ആന്റിയൻ കോസ്മോളജിയിൽ പറയുന്ന അമാരു എന്നൊരു മിത്തിക്കൽ ഡ്രാഗൺ ഉണ്ട്. അതിനെ റെയിൻ ഗോഡ് എന്നാണ് പറയുന്നത്. കൊടുങ്കാറ്റ്, ഇടിമിന്നല്, മഴ ഇതുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു ജീവിയായിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അമാരുവിന്റെ ഈ ചിത്രത്തിൽ കാണുന്ന ഈ മാർക്കിനും പിന്നെ ഞാൻ മുകളിൽ പറഞ്ഞ അതിന്റെ സ്പെഷ്യാലിറ്റീസിനും ഡ്രാഗണുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സോ ഇതൊരു വലിയ പോസിബിലിറ്റിയാണ്. അതേപോലെ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു റവല്യൂഷണറി ലീഡർ ടുപ്പാക് അമാരുവിന്റെ ചിത്രമാണിത്. ഇതിന് നമ്മുടെ ഡ്രാഗണിന്റെ ഇപ്പോൾ ഉള്ള ചിത്രവുമായിട്ട് സാമ്യമില്ലേ? എവിടെയോ ഒരു ഇൻസ്പിറേഷൻ. ഓടെ ഇങ്ങനെ കുറെ റിയൽ ടൈം ആൾക്കാരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ സ്കെച്ച് ചെയ്യാറുള്ളതാണല്ലോ. സോ ഈ അമാരു ഡെവിൾ ഫ്രൂട്ട് കണക്ഷൻ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പിന്നെ ഫെയ്റ്റ്, വിധിക്കൊരു വലിയ സ്ഥാനമുള്ള ഇടമാണല്ലോ ഗോഡ് വാലി. ഒരുപാട് പേരുടെ വിധി അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞു പോകുന്നത് ഇവിടെ വെച്ചാണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നറേറ്ററുടെ ഒരു നോട്ട് ഉണ്ടായിരുന്നല്ലോ. അതേപോലെ ഒരു ചാപ്റ്ററിൽ കൂമയുടെ അടുത്ത് ഡ്രാഗൺ പറയുന്നുണ്ട്, വിൻസ് ഓഫ് ഫെയ്റ്റ് നിന്നെ കൊണ്ടുപോകുന്നിടത്തേക്ക് നീ പോകാൻ. അതായത് നമ്മുടെ വിധി എന്ന് പറയുന്നത് ഒരു കാറ്റ് പോലെയാണ്. അത് നമ്മളെ ഒരു ഡയറക്ഷനിലേക്ക് വഴി തിരിച്ചു വിടും. നമ്മൾ ആ വഴിയെ പോകുക എന്നാണ്. അതേപോലെ ഡ്രാഗണിന്റെ ഷിപ്പിന്റെ പേര് നോക്കുകയാണെങ്കിൽ വിൻഡ് ഗ്രാൻഡ്മാ എന്നാണ്. അപ്പോൾ ഈ രണ്ടിടത്തും കാറ്റിന്റെ റെഫറൻസ് ഉണ്ട്. വിൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിത്തിക്കൽ ലോജിയ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട് മോഡൽ അമാരു ആണ് ഡ്രാഗൺ കഴിച്ചത് എന്നുള്ളതിന്റെ ഒരു ഫോർ ഷാഡോയിങ് ആയിരിക്കുമോ ഇത്? ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. ഇപ്പോൾ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുക. എന്തായാലും നമുക്കത് ഉടനെ തന്നെ അറിയാൻ പറ്റും. കാര്യം ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലാണെങ്കിലും ഒരു എൻ്റയർ ഗോഡ് വാലി ഇൻസിഡന്റ് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.